അപ്പൊ ഹലോ ഗൈസ്, അങ്ങനെ ഒടുവിൽ എമ്പുരാൻ റിലീസ് ആയിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ട്, എന്താ പറയാ, അടിപൊളി. എന്റെ ഒരു ഒപ്പീനിയൻ ആണ്, എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. എനിക്ക് പടം ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ടേഷൻ വെച്ച് കണ്ട സിനിമകളിൽ രണ്ടാമത്തെ സിനിമയാണ് എമ്പുരാൻ. ഒന്നാമത്തെ ലിയോ എനിക്ക് ഫസ്റ്റ് ഹാഫ് വരെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ലിയോ കൊണ്ട് താത്തിക്കളഞ്ഞു. പക്ഷേ എമ്പുരാൻ പൃഥ്വിരാജ് ചെയ്തു വെച്ചേക്കുന്ന പരിപാടി അങ്ങേ അറ്റമാണ്. അവർ ഇന്റർവ്യൂവിൽ കൊടുത്ത അതേപോലെ തന്നെ. കാരണം CGI പരിപാടി ഉണ്ട്, പക്ഷേ നമുക്കത് കാണാൻ പറ്റത്തില്ല. കൂടുതലും റിയാലിറ്റി ആണ്, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ചില ഫ്രെയിംസ് എന്ന് പറയുന്ന നമ്മളെന്ത് കണ്ട അത് CGI അല്ല. ശരിക്കും പറഞ്ഞാൽ ചില ഫ്രെയിംസ് അവര് ഇപ്പോ ഹെലികോപ്റ്ററിന്റെ ഒക്കെ കുറച്ച് പരിപാടികളുണ്ട്, നമ്മൾ പോസ്റ്ററിൽ കണ്ട പോലെ. ആ സെയിം സാധനം തിയേറ്ററിൽ ഒറിജിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയായിട്ടും മലയാള സിനിമയിൽ ഈ ഹെലികോപ്റ്ററിന്റെ പരിപാടിയിൽ ഇങ്ങനത്തെ ഹെലികോപ്റ്റർ കണ്ടിട്ടില്ല. അതുപോലെ വേറെ ഏതെങ്കിലും പടത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ഒരുപാട് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, പറഞ്ഞാൽ അത് സ്പോയിലർ ആയി പോകും. നിങ്ങൾ മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണം. മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് സാധനമാണ്. OTT വന്നിട്ട് കാണാന്ന് പറഞ്ഞിരിക്കല്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, എന്റെ കൂടെ സിനിമ കാണാൻ വന്ന കുറച്ചു പേർക്കും തോന്നി, ലാലേട്ടന്റെ BGM ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഒരു ശോകമായിട്ട് ഫീൽ ചെയ്ത്. പക്ഷേ ഇന്റർവെല്ലിന് മുമ്പ് ഈ സംഭവം പറഞ്ഞിട്ടാണ്, നമ്മൾ ഇന്റർവെൽ ആയപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു, BGM ഇങ്ങനെ കുറച്ചൊരു കല്ലുകടിയാണ് എന്നിങ്ങനെ പറഞ്ഞ് ഇന്റർവെല്ലിന് ശേഷം സെക്കൻഡ് ഹാഫ് തുടങ്ങി. നമ്മൾ ആ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ട് സെക്കൻഡ് ഹാഫിൽ ആ ഒരു കല്ലുകടി അങ്ങ് നികത്തി. ഇനിയാണ് മെയിൻ സംഭവം, ലാലേട്ടൻ. അതായത് നമ്മൾ ജയിലർ കണ്ടപ്പം ഒരു ലാലേട്ടനെ കണ്ടല്ലോ. ജയിലറിൽ ലാലേട്ടന്റെ ആകെ ഒരു കുറച്ച് നേരമേ ഉള്ളൂ. കുറെ നാൾക്ക് ശേഷം ഇങ്ങനെ ഇത്രയും സ്ക്രീൻ പ്രസൻസോട് കൂടി ലാലേട്ടനെ കാണുന്ന ഇപ്പോഴാണ്. ഇത്രയ്ക്ക് ഓവറാണ്. ഞാൻ നന്നായിട്ട് എക്സ്പെക്ടേഷൻ വെച്ച പടമാണ്. ആ എക്സ്പെക്ടേഷൻ ബ്രേക്ക് ചെയ്യാതെ തന്നെ പടം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ സ്പോയിലർ ആയിപ്പോവും, കാരണം കുറെ സ്പോയിലർ സാധനങ്ങളുണ്ട്. പിന്നെ ഡ്രസ് കോഡിന്റെ കാര്യം, ലാലേട്ടൻ എനിക്ക് തോന്നുന്നു ആദ്യം തൊട്ട് അവസാനം വരെയും കറുപ്പിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. വേറെ കളറിലെ ഡ്രസ്സ് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിൽ മാക്സിമം നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം മസ്റ്റ് ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്. IMAX കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മാക്സിമം IMAX തന്നെ കാണാൻ നോക്കണം. ഞാൻ IMAX കണ്ടത്, പക്ഷേ നിങ്ങൾ IMAX കണ്ടാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പടം നന്നായിട്ട് വർക്കൗട്ട് ആയി. ഇനി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.